ഇനിയെങ്കിലും ഡയബറ്റിക്സ് പേഷ്യന്റ് ഉണ്ടാവരുത് എന്ന ആഗ്രഹത്തോടു കൂടി ലയൺസ് ക്ലബ്ബ് കേരളം ഒട്ടാകെ ഇന്ന് ഈ ദിനം ആചരിക്കുകയാണ്. അത് നമ്മുടെ ഈ ചടങ്ങുകൾക്ക് കൂടി ഈ പൊതുയോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഉണ്ണികൃഷ്ണനാണ്, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ്. ഞാൻ തന്നെയാണ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത്. നമ്മുടെ ജനകീയ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനിസ്റ്ററാണ്. മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ഹരി വി നായർ, വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ആശംസാ പ്രസംഗം മിസ്റ്റർ RB അജിത് കുമാർ, ഈ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ കൺട്രോളിംഗ് ഓഫീസറാണ്. നന്ദി പറയുന്നത് നമ്മുടെ സജീവ് ഡോക്ടർ തന്നെ ആയിരിക്കും. നമുക്കൊരു പ്ലഡ്ജോട് കൂടി ഇന്നത്തെ ഈ യോഗം ആരംഭിക്കാം. എല്ലാവരും ഒന്ന് എഴുതിയിട്ടുണ്ട്. ഡോക്ടർ സജീവ്, രോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരോഗ്യം നല്ല നിലയിൽ ആയിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഷുഗർ പരിശോധിക്കുന്നതിനെയും കൂടാതെ ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ ഷുഗർ പരിശോധിക്കുന്നതിനെയും പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാണെങ്കിൽ അത് കാലക്രമേണ എന്റെ ശരീരത്തിന് ദോഷം വരുത്തും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെയധികം വിഷമം തോന്നുന്നു. അപ്പോൾ അതിൽ ലയൺസ് പ്രസ്ഥാനം പോലുള്ള ഈ സംഘടനകൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും സപ്പോർട്ട് നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു. പ്രമേഹ ദിനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് KSRTC സ്റ്റാൻഡിൽ നമ്മുടെ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഡോക്ടർ പ്രതിജ്ഞയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ പ്രമേഹത്തെക്കുറിച്ച്. അപ്പോഴും വളരെ വിഷമത്തോടു കൂടി പറയട്ടെ, നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒരു വർഷം കൊടുക്കുന്ന ഇൻസുലിൻ്റെ അളവ്, നമ്മുടെ ആശുപത്രി മുഖേന കൊടുക്കുന്ന ഇൻസുലിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകളേക്കാൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഈ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഷുഗർ പേഷ്യൻറ്റുകളുടെ എണ്ണം ഓരോ ദിവസവും നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വളർച്ചയാണ് ഇത്തരത്തിൽ ഈ ഷുഗറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏത് ദിനാചരണങ്ങളുമായി ബന്ധപ്പെടുത്തിയും അവബോധം മാത്രമാണ്, ആൾക്കാരെ ബോധവൽക്കരിക്കുന്ന പരിപാടിയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി രോഗനിർണയം കൂടി നടത്തുന്ന തരത്തിലേക്ക് ഈ ദിനം സംഘടിപ്പിക്കപ്പെട്ടത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ട്. ഞാൻ എൻ്റെ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നത് ഡോക്ടർ അടക്കം പോയിട്ടുണ്ട്. സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ രോഗങ്ങളെ നോക്കിക്കാണുന്നത് സ്വാഭാവികമായി നമ്മളെല്ലാം കുട്ടിക്കാലത്ത് ഷുഗറുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് ഇച്ചിരി ഗമയായിരുന്നു. കാരണം അത് എല്ലാവർക്കും വരുന്ന രോഗമല്ല, കുറച്ചൊരു ഹൈ സ്റ്റാൻഡേർഡിലൊക്കെ നിൽക്കുന്നവർക്കുള്ള നമ്മൾ ഒരു കുറച്ച് ഹൈ സ്റ്റാൻഡേർഡിലൊക്കെ നിൽക്കുന്ന ആളുടെ ഒരു കുശലം ചോദിക്കുന്നത് പോലും ഷുഗറോ കൊളസ്ട്രോളോ വല്ലതും ഉണ്ടോന്നാണ്. അപ്പോൾ അയാൾ വളരെ അഭിമാനപൂർവ്വം പറയും കൊളസ്ട്രോൾ അത്ര ഇല്ല, പക്ഷെ ഷുഗർ ഉണ്ട്. എന്നാൽ ഇന്നിത് സാധാരണ എല്ലാ മനുഷ്യന്റെയും രോഗമായി. കാരണം ഈ ഷുഗർ കുറച്ചുകൂടെ സാധാരണവൽക്കരിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് നവംബർ 14 കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രമേഹ നിർണയ ക്യാമ്പ് നടത്തി വരികയാണ്. അതായത് പ്രതിജ്ഞ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്തവ്യം. ആദ്യമായി ഈ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രമേഹ നിർണയ ക്യാമ്പ് നടത്താനായി ചടയമംഗലം യൂണിറ്റിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുത്ത ചടയമംഗലം ലയൺസ് ക്ലബിലെ എല്ലാ മെമ്പർമാർക്കും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ലോകത്ത് 10 കോടി ഒരേ അസുഖമുള്ളവർ, അതുപോലെ വരാൻ സാധ്യതയുള്ള 13 കോടി ആൾക്കാർ കാത്തിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ അതിന്റെ തലസ്ഥാനമാകുന്നു, കേരളം അതിൽ മുന്നിട്ട് നിൽക്കുന്നു. ഈ യോഗം ഇന്ന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിസ്റ്റർ, ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി വി നായർ, ഇതെല്ലാം
ഇവിടെ സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത് സഹായിച്ച ഞങ്ങളുടെ KSRTC ഡിപ്പോ മാനേജർ, കൂടാതെ ഇവിടെ എത്തിയിരിക്കുന്ന മീഡിയ, മറ്റ് ലയൺസ് ക്ലബ് അംഗങ്ങൾ, 2 ദേവി ഡയഗ്നോസ്റ്റിക് സെന്ററിലെ സ്റ്റാഫുകൾ, കൂടാതെ ഞങ്ങളുടെ സ്വന്തം ക്ലബിലെ അംഗം കൂടിയായ ശ്രീ ഹരിശ്രീ ഹോസ്പിറ്റലിലെ ഡോക്ടറും അദ്ദേഹത്തിന്റെ